പേടി നഷ്ടപ്പെട്ടു പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അങ്ങ് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ പേടിയാണ് നമുക്ക് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. പടച്ചവനെ, പണ്ട് ഒരു വഖത്ത് നിസ്കാരം മുടക്കിയാൽ വല്ലാത്ത വേദനയായിരുന്നു. ഇന്നതൊക്കെ മാറിയല്ലോ. പടച്ചവനെ, പണ്ട് പാപം ചെയ്യാൻ പേടിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാണോ? ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാണ്. പടച്ചവനെ, സാഹചര്യം അങ്ങനെയാണ്. പണ്ട് ബീവറേജിന്റെ മുമ്പിൽ വൈകുന്നേരം ജോലി ചെയ്തിട്ട് വരുന്ന പാവങ്ങൾ ഇങ്ങനെ കറങ്ങി നിൽക്കും. എന്നിട്ട് കൂട്ടുകാർ വരുമ്പോ ഷെയറിട്ടിട്ട് ഒരു കുപ്പി കള്ളു വാങ്ങിച്ചു കുടിക്കുന്ന കാലമുണ്ടായിരുന്നു. ഇന്ന് കള്ളു കുടിക്കണമെങ്കിൽ പണം വേണ്ട, കഞ്ചാവടിക്കണമെങ്കിൽ ഇന്ന് പണം വേണ്ട. പടച്ചവനെ, ഫ്രീ ആയിട്ട് വാങ്ങിത്തരാൻ ആളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, എടോ നിസ്കരിക്കുന്നവനൊരു സ്വർഗമുണ്ടോ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കുന്നവർക്കൊരു സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരേ ഒരു സ്വർഗം. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞത്? പള്ളി കെട്ടിക്കൊടുത്തവനല്ല, ഹജ്ജ് ചെയ്തവനല്ല, പാപങ്ങളെ സഹായിച്ചവനല്ല, പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ച ഹാഫിദിനല്ല, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രണാങ്കണത്തിൽ പോയി ശഹീദായ ശുഹദായിനല്ല. അല്ലാഹു പറയുന്ന ഒരാൾക്ക് രണ്ട് സ്വർഗം ഞാൻ തരാം. ആർക്കാണ് അല്ലാഹു രണ്ട് സ്വർഗം കൊടുക്കാമെന്ന് പറഞ്ഞതെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. എടാ, തെറ്റ് ചെയ്യാൻ നിനക്ക് അവസരം കിട്ടി. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് കള്ള് തന്നിട്ട് പറയുന്ന കുടിക്കാര്, കഞ്ചാവ് തന്നിട്ട് പറയുന്ന വലിക്കാര്, നീയാണാണോടാ? നിനക്ക് നട്ടല്ലില്ലേടാ? എടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ പഠിക്കുന്ന കൂട്ടുകാര്, പടച്ചവനെ, കള്ളുകുപ്പിയും ബിയറുകുപ്പിയും നിന്റെ കയ്യിലെടുത്തിട്ട് ഒരു മുടക്കൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവർ മുഴുവനും നിന്നെ നിർബന്ധിക്കുകയാണ്. അവര് കളിയാക്കുകയാണ്, അവര് പരിഹസിക്കുകയാണ്. പടച്ചവനെ, ആരും കാണാതെ സാഹചര്യം നിനക്കൊരുക്കിയിട്ട് നിന്റെ കയ്യിലേക്ക് അവര് പിടിപ്പിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാനെ പേടിയാ. പടച്ചവനെ, കള്ള് കുടിക്കരുതെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ, നബിതങ്ങള് പറഞ്ഞിട്ടുണ്ട്, ആരുടെയെങ്കിലും തൊണ്ടയ്ക്ക് താഴെ ഒരു തുള്ളി കള്ളിറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് അവന് കടന്നു പോകില്ല. അതുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാൽ ഞാൻ എന്റെ കൈ കൊണ്ട് പോലും ഇത് ഞാൻ തൊടില്ലടാ. എനിക്കല്ലാനെ പേടിയാ. ഇങ്ങനെ പറയാനുള്ള ചങ്കൂറ്റമുണ്ടോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുകയാ. ചെറുപ്പക്കാരാ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന ഒരു സുന്ദരിയായ പെൺകുട്ടി ഓടി വന്നിട്ട് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവളോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്,
എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. ഇത് വ്യഭിചാരമാ, ഇത് വ്യഭിചാരമാ. പറയാൻ പറ്റുമോ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് സുലൈഖ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജകുമാരി ഉണ്ടല്ലോ, അണിഞ്ഞുരുങ്ങിയിട്ട് കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റി വാതിലടച്ചിട്ട് സുലൈഖ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ് യൂസുഫേ, എന്റെ ആഗ്രഹം ഒന്ന് സാധിപ്പിച്ചു തരുമോ യൂസുഫേ? ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ, ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ല യൂസുഫേ. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ എന്ന് പറയുന്ന സുന്ദരിയായ രാജകുമാരിയായ പെണ്ണി യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി എന്താ? ഖാല മഅദല്ലാഹ് സുലൈഖ, ആര് കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നുണ്ട് സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. പടച്ചവരെ, യൂസുഫ് നബി അലൈഹിസ്സലാം അതാ ഇറങ്ങി ഓടുകയാണ്. വാതിൽ തുറന്ന് ഇറങ്ങി ഓടാൻ നോക്കുമ്പോ സുലൈഖ കേറിയങ്ങ് പിടിക്കുകയാണ്. യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കമീസ് വലിച്ചു കീറുകയാണ്. അവസാനം തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരില് സുലൈഖ യൂസുഫിനെ പിടിച്ച് ജയിലറയ്ക്കകത്ത് കൊല്ലങ്ങളോളം അടച്ചിടുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ ജയിലറയ്ക്കകത്തിട്ട് പ്രതികാരം ചെയ്ത ഈ സുലൈഖാനെ നിനക്കറിയുമോ മോളെ? വർഷങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം പ്രവാചകനായി, ജയിൽ മോചിതനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി. പടച്ചവനെ, അല്ലാഹു ഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ, അല്ല കേറിയാ പേടിയാടോ, അല്ല കേറിയാ പേടിയാടോ, തെറ്റ് ചെയ്യാൻ അവന് ഭയമാടോ. പടച്ചവനെ, അതാ ഈജിപ്തിന്റെ ഭരണാധികാരിയായി യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിച്ചു. പക്ഷേ മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സുലൈഖ സഹകരിക്കുന്നില്ല, അവിടുന്ന് വലിയ ഇഷ്ടം കാണിക്കുന്നില്ല. യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ? നിനക്കെന്തു പറ്റി സുലൈഖ? അല്ലാഹു ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചവളല്ലേ സുലൈഖ? ഇന്ന് ഹലാലാ, ഞാൻ നിന്റെ ഭർത്താവാ, നീ എന്റെ ഭാര്യ, നമുക്കെന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ. എന്തേ മാറി നിൽക്കുന്നത്? എന്തേ സഹകരിക്കാത്തത്? യൂസുഫ് നബി ചോദിക്കുമ്പോ സുലൈഖ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? എന്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു, നിന്നോടുള്ള പ്രണയമായിരുന്നു, നിന്നോടുള്ള ആഗ്രഹമായിരുന്നു. പക്ഷേ യൂസുഫേ, ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് നീയല്ല, നിന്നോടുള്ള പ്രണയമല്ല, നിന്നോടുള്ള ആഗ്രഹമല്ല. ഈ സുലൈഖയുടെ ഹൃദയത്തിനകത്ത് ഇന്ന് ആരാണെന്നറിയോ? അള്ളയാണ് യൂസുഫേ. പടച്ചവനെ, അല്ലാഹു കേറിയാൽ എങ്ങനെയാ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് പറയുകയാണ്, കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ ഫ്രണ്ട്ഷിപ്പ് വേറെയാണ് മോളെ. എന്റെ ശരീരത്തെ തുടരുത്, എന്റെ
ശരീരത്ത് തുടരുത്. ഇത് വ്യഭിചാരമാ, ഇത് വൻപാപമാ. നിനക്ക് പറയാൻ കഴിഞ്ഞ വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവരെ കള്ളുകുപ്പി കയ്യിൽ തന്നിട്ട് കുടിക്കാൻ നിർബന്ധിക്കുമ്പോ ഞാൻ കുടിക്കില്ലടാ, ഞാൻ കുടിക്കില്ലടാ, എനിക്ക് അല്ലാഹുവിനെ പേടിയാണെന്ന് പറഞ്ഞ നിനക്ക് രണ്ട് സ്വർഗം അല്ലാഹു തരുമെന്ന് മഹാനായ പരിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ തങ്ങളൊരു ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്ന് ഓതുകയാ. ഏത് ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തെന്നറിയോ? ഉമർ തങ്ങൾക്കൊരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ തങ്ങള് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ, നിങ്ങളുടെ പള്ളിയിലെ ഖതീബ് ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ പണമുള്ളത് കൊണ്ടല്ല, സൗന്ദര്യം കൂടിയത് കൊണ്ടല്ല, ഇവിടത്തെ ഏറ്റവും വലിയ കുടുംബക്കാരന്റെ മകനായത് കൊണ്ടല്ല, പിന്നെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ചെറുപ്പക്കാർ ഇമാമിന് വല്ലാത്ത ഇഷ്ടമാടോ. ഇതുപോലെ ഉമർ തങ്ങളും ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടു. കാരണം എന്തെന്നറിയോ? കടത്തിണ്ണയിലിരിക്കുന്നവനല്ല, റോഡിന്റെ പോസ്റ്റിലിരിക്കുന്നവനല്ല, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഓരോ ദിവസം 5 നേരം ഹയ്യ അലസ്സലാ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഒന്നാമത്തെ സഫിൽ ഒരു നേരമല്ല 5 നേരവും പള്ളിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ ഉമർ തങ്ങൾ അവനെ ഇഷ്ടപ്പെട്ടു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. ഈ ചെറുപ്പക്കാരന് ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. ഇരുട്ടുള്ള ഇടവഴിയിലൂടെ, ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോ ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. ഒരു പെണ്ണിവനെ നോക്കി വെക്കുകയാണ്. എന്ത് ചെയ്തിട്ടും ഇവനങ്ങ് സമ്മതിക്കുന്നില്ല. ഈ പെണ്ണ് വന്ന് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാ. ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വരുമ്പോ, ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുട്ടുള്ള വഴിയിലൂടെ ഈ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ ഈ പെണ്ണ് ഓടി ചെല്ലുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്, ചുടുചുംബനം കൊടുക്കുകയാണ്. ചെറുപ്പക്കാരാ, ആരുമില്ലാത്ത ഇരുട്ടുള്ള ഇടവഴിയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുവോ? ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ച ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കൺതടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. എന്തേ റബ്ബേ, എന്തിനാണ് കരഞ്ഞതെന്നറിയോ? അല്ലാ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ അല്ലാ. ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. ഞാൻ വ്യഭിചരിച്ചല്ലോ അല്ലാ. എന്റെ ശരീരത്തൊരു പെണ്ണു തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് വീണടാ ചെറുപ്പക്കാരാ. നിലവിളിച്ചുകൊണ്ട് താഴേക്ക് വീടുകയാണ്. പെണ്ണോടി രക്ഷപ്പെടുകയാണ്, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം യാത്രക്കാരി ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. ഉപ്പാടെ മുമ്പിലേക്ക് തന്റെ പൊന്നാര മകനെ കൊണ്ടുവച്ചു. ബോധം വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, മോനെ എന്തു പറ്റി മോനെ, എന്താണ് സംഭവിച്ചത്? കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്റെ ശരീരത്തൊരു പെണ്ണ് പിടിച്ചു വാപ്പാ, എന്നെ ഒരു പെണ്ണ് ചുംബിച്ചു വാപ്പാ. ഇത് എന്റെ
അമലുകൾ സ്വീകരിക്കില്ലല്ലോ, ഞാനിനി നരകത്തിലാണല്ലോ, ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ നീ എങ്ങനെ പോകും ബാപ്പാ? പൊന്നാര മകനെ വീടിനകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. വാപ്പയ്ക്ക് പേടിയായടോ, ഇവൻ മരിച്ചു പോകുമെന്ന് പേടിയായടോ. വാപ്പ പറഞ്ഞു, ഇല്ല മോനെ, എന്റെ മോൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്റെ മോൻ അല്ലാഹുവിനെ പേടിയുള്ളവനാ. ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണ്, എന്റെ പൊന്നുമോനൊന്നും ചെയ്തിട്ടില്ല. എന്തു പറഞ്ഞിട്ടും മകൻ അവിടെന്ന് സമ്മതിക്കുന്നില്ല. അവസാനം പറഞ്ഞു, വാപ്പാ, ഖലീഫ ഉമർ തങ്ങളോട് ചെന്നിട്ട് മസല ചോദിക്ക്. പിതാവ് പോകുകയാണ് തന്റെ പൊന്നാര മകന്റെ കാര്യത്തെ കുറിച്ച് മസല ചോദിക്കാൻ. ഉമർ തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, അവൻ തെറ്റുകാരനല്ല. ഉമർ തങ്ങൾ പറയുമ്പോ പിതാവിന് വലിയ സമാധാനമായി തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്, തന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. തന്റെ വീട്ടിലേക്ക് ഓടിച്ചെന്നപ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? മരിച്ചു പോയടാ ചെറുപ്പക്കാരാ, നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു കിടക്കുന്ന മകന്റെ ജനാസയാ. എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? പടച്ചവനെ തെറ്റ് ചെയ്തില്ല, പക്ഷേ ഒരു പെണ്ണെന്നെ തൊട്ടുപോയല്ലോ അല്ലാ, ഞാൻ പാപിയായി പോയല്ലോ അല്ലാ എന്ന് പേടിച്ചവിടന്ന് മരിച്ചു പോയടോ. ഈ ചെറുപ്പക്കാരന്റെ ജനാസ 6 അടി മണ്ണിനകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ കബറിന്റെ തലയുടെ ഭാഗത്ത് ഉമർ തങ്ങൾ ഇരുന്നിട്ട് ഓതുകയാ, വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമാടാ ചെറുപ്പക്കാരാ. ആ ചെറുപ്പക്കാരമായ ഖുർആൻ പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. ഖുർആനിലൂടെ അല്ലാഹു സ്വർഗത്തിലാണെന്ന് സന്തോഷ വാർത്ത പറഞ്ഞ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ സ്വഭാവം, അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ, അവന് പടച്ച റബ്ബിനെ വല്ലാത്ത പേടിയാ. നമുക്കിന്ന് അല്ലാഹുവിനെ പേടിയില്ലടോ, നമുക്ക് മഖ്ലൂക്കിനെ പേടിയാണ്, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല, നമുക്ക് അല്ലാഹുവിനെ പേടിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു ഹൃദയത്തിനകത്ത് കയറണേ. അല്ലാഹു ഹൃദയത്തിനകത്ത് കയറിയാ നിനക്ക് പേടിയാ, കള്ളു കുടിക്കാൻ പേടിയാ, വ്യഭിചരിക്കാൻ പേടിയാ, വീടി വലിക്കാൻ പേടിയാ, ഹറാമ് ചെയ്യാൻ പേടിയാ, എന്ത് തെറ്റ് ചെയ്യാനും നിനക്ക് പേടിയാ. അതുകൊണ്ട് പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യര്, അല്ലാഹു ഖുർആനിലൂടെ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലതു ഖുലൂബുഹും, അവന് പടച്ച റബ്ബിനെ വല്ലാത്ത ഭയമാണ്. അല്ലാഹുവേ, ആ ഒരു ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഒരു വാക്ക് കേട്ടാ മതിയടോ, ഒരു വാക്ക് കേട്ടാ മതിയടോ. ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അങ്ങനാണല്ലോ. ഒരായത്ത് കേട്ടിട്ട് നന്നായവരുണ്ടല്ലോ, ഒരായത്ത് കേട്ടിട്ട് നന്നായവരുണ്ടല്ലോ. പടച്ചവനെ, പണ്ടൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവളെ കീഴ്പ്പെടുത്തുമായിരുന്നു. തന്റെ ആഗ്രഹത്തിന് സമ്മതിക്കാതെ വന്നാ അവിടുന്ന് ബലാത്സംഗം ചെയ്യുമായിരുന്നു. പടച്ചവനെ, ഒരു സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുകയാണ്, പുറകെ നടന്നു, തന്റെ ആഗ്രഹം പറഞ്ഞു നോക്കി, എന്ത് ചെയ്തിട്ടും പെണ്ണ് സമ്മതിക്കുന്നില്ല. അവസാനം ആരുമില്ലാതെ പാതിരാത്രിയിൽ ഒറ്റയ്ക്ക് വീടിന്റെ മതില് ചാടുകയാണ്. ഈ പെണ്ണിന്റെ വീടിന്റെ വാതില് ചവിട്ടി തുറന്നു, പെണ്ണിന്റെ റൂമിനകത്തേക്ക് കടന്നു ചെന്നു. ആ സുന്ദരിയായ പെണ്ണിനെ അവിടുന്ന് ആരോഗ്യവാനായ ചെറുപ്പക്കാർ അവിടുന്ന് കീഴ്പ്പെടുത്തുകയാണ്.
കെട്ടുകയാണ്. എന്നിട്ട് ആ പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാകുമ്പോ അടുത്ത വീട്ടിലിരുന്നൊരു ഉമ്മ ഖുർആൻ ഓതുകയാ. അടുത്ത വീട്ടിലിരുന്നിട്ട് ഒരു ഉമ്മ ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യാൻ തയ്യാറാകുമ്പോ അടുത്ത വീട്ടിലിരുന്ന പ്രായം ചെന്ന ഉമ്മ ഖുർആൻ ഓതുകയാ. അലം യഅനില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. പെണ്ണ് ചോദിക്കുന്നു, നന്നാകാ സമയമായില്ലേ? നന്നാകാ സമയമായില്ലേ? നിലവിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരുപാട് ചരിത്രങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. നീ കാലാകാലം സ്വർഗത്തിലാണെന്ന് പറഞ്ഞ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം അവൻ അല്ലാഹുവിനെ പേടിയാ. അവൻ അല്ലാഹുവിനെ പേടിയാ. അല്ലാഹുവേ, ആ ഒരു പേടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയുമോ? വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? വസ്വാബിരീന അലാ മാ അസ്വാബഹും. പരിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പറയുകയാ. ആ മനുഷ്യനുള്ള രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ, അത് രോഗമാകട്ടെ, അത് പട്ടിണിയാകട്ടെ, അത് ദാരിദ്ര്യമാകട്ടെ, അത് മരണമാകട്ടെ, അത് പ്രയാസമാകട്ടെ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താ ആ മനുഷ്യൻ പറയും, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കുന്നവനുണ്ടോ? അവന് സ്വർഗമുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമിനോട് പറയുകയാ. നബി തങ്ങൾ പറയുന്നു, നമ്മൾ രണ്ടുപേരുമല്ല, മൂന്നാമതൊരാളുണ്ട്. ആരാ നമ്മുടെ കൂടെയുള്ളെന്നറിയോ? ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാധിരാജനായ അല്ലാഹ്, ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച അല്ലാഹ്, ഈ വാളും പിടിച്ചുകൊണ്ട് മുകളിൽ നിൽക്കുന്നവനുണ്ടല്ലോ, അവനെ പടച്ച അല്ലാഹ്, അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അല്ലാഹ് തീരുമാനിക്കണം. അബൂബക്കറേ, അവൻ തീരുമാനിച്ചാ പോരാ. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ സഹോദരാ? ഞാനും ഇത് തന്നെയാ ചോദിക്കുന്നത്. അല്ലാഹ് നമ്മുടെ കൂടെയില്ലേ? അബൂജഹലിനെ പടച്ച അല്ലാഹ്, നമ്രൂദിനെ പടച്ച അല്ലാഹ്, ഖാറൂനിനെ പടച്ച അല്ലാഹ്, സാക്ഷാൽ ഫിർഔനിനെ പടച്ചവനെ ഇന്നും മ്യൂസിയത്തിന്റെ അകത്തും മലർത്തി കടത്തിയ അല്ലാഹ് ഇപ്പോഴും നമ്മുടെ കൂടെയില്ലേ സഹോദരാ? പിന്നെ ന്യൂനപക്ഷം ഭൂരിപക്ഷം, എന്തിനാ മോനെ ഭൂരിപക്ഷത്തെ കണ്ട് പേടിക്കുന്നത്? ബദറിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഉഹദിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, ഹന്തക്കിലും ഭൂരിപക്ഷമായിരുന്നല്ലോ, എവിടെയും അവര് ഭൂരിപക്ഷമായിരുന്നല്ലോ. ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? ന്യൂനപക്ഷമല്ലേ ജയിച്ചത്? എന്തിനാ മഗ്രിബിന് പള്ളിയിലെ ഖതീബ് ഓതുമല്ലോ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ
രീതിയിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് എന്ന് പറയുന്നവനും ആനപ്പടയും കടന്നു വന്നല്ലോ. ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നു. ഏറ്റവും വലിയ ജീവിയായ ആനയെ കൊണ്ട് അല്ലാഹുവിന്റെ കഅബാലയം പൊളിക്കാൻ അബ്രഹത്ത് വന്നപ്പോ അല്ലാഹു ആനപ്പടയെ തകർത്തത് ഏറ്റവും ചെറിയ ജീവിയായ കുരുവിയെ കൊണ്ടാ. കുരുവി എന്ന് പറയുന്ന ഏറ്റവും ചെറിയ കിളിയുണ്ടല്ലോ, ആ ചെറിയ കിളിയെ കൊണ്ടാണ് അല്ലാഹു അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കടോ. പശു പുല്ല് തിന്നിട്ട് വയറ് നിറഞ്ഞു കഴിയുമ്പോ ബാക്കി വന്നത് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അബ്രഹത്തിന്റെ ആനപ്പടയ അല്ലാഹു തകർത്തില്ലേ. ബദറിലേക്ക് സഹാബത്ത് ഉരിപ്പിടിച്ച വാളുമായി അതാ ഒടിഞ്ഞ വാള് ഒട്ടിയ വയറ് തുരുമ്പിച്ച പരിചയമായി ബദറിന്റെ രണാങ്കണത്തിൽ 313 സഹാബത്ത് പോയപ്പോ എതിർഭാഗത്ത് ഒട്ടകവും കുതിരയും വാളും പരിചയം കള്ളും പെണ്ണും ഗാനമേളയും നടത്തി ഒട്ടകത്താർത്ത് ചുട്ട് തിന്നിട്ട് വന്ന ആ ഭൂരിപക്ഷം എവിടെ പോയടോ? അതുകൊണ്ട് സഹോദരാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ, അല്ലാഹ് കൂടെ ഉണ്ടെങ്കിൽ പേടിക്കണ്ട മോനെ. പക്ഷേ ഇന്നത്തെ മുസ്ലിം പഠിക്കേണ്ടതെന്താ? പടച്ചവനെ, ഇന്ന് അല്ലാഹ് നമ്മുടെ കൂടെയില്ല, ഇന്ന് അല്ലാഹ് നമ്മുടെ കൂടെയില്ല. കാരണം നമുക്ക് ദീനില്ല, അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയില്ല. കാലം മാറുന്നതിനനുസരിച്ച് മുസ്ലിമിന്റെ കോലം മാറുകയാ. കാലം മാറുന്നതിനനുസരിച്ച് ഇന്നത്തെ മുസ്ലിമിന്റെ കോലം മാറുകയാ. ആചാരങ്ങൾ മാറുകയാ, പടച്ചവനെ അനുഷ്ഠാനങ്ങൾ മാറുകയാ. ബുദ്ധി കൂടുമ്പോ, വിദ്യാഭ്യാസം കൂടുമ്പോ അള്ളാന്റെ ദീനിന്റെ നിയമങ്ങൾ നിനക്കൊക്കെ അങ്ങ് വല്ലാത്ത ഭാരമായി തോന്നുകയാ. ഇന്ന് പടച്ചവനെ, നിന്റെ വീട്ടില് ദീനില്ല, നിനക്ക് ദീനില്ല, നിന്റെ നാട്ടില് ദീനില്ല, പിന്നെ എങ്ങനാ മോനെ അല്ലാഹ് നിന്നെ സഹായിക്കുക? അതുകൊണ്ട് മുസ്ലിമേ, നിയമങ്ങൾ പാസാക്കാനല്ലേ പറ്റൂ. വീടിനകത്ത് നിയമം പാസാക്കാൻ നിന്നെ കൊണ്ടും പറ്റുമല്ലോ. അള്ളാന്റെ ദീൻ നിന്റെ വീട്ടിൽ വരട്ടെ, അള്ളാഹുവിന്റെ ദീൻ നിന്റെ വീടിനകത്ത് വരട്ടെ. അല്ലാഹ് പറഞ്ഞു, നിന്നെ ഞാൻ ഭയപ്പെടുത്തും മുസ്ലിമേ. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ. വിശപ്പ് തരുമല്ലോ, പട്ടിണി തരുമല്ലോ. പടച്ചവനെ, നീ സ്വപ്നത്തിൽ കരുതിയോ നിന്റെ വീട്ടിൽ പട്ടിണി വരുമെന്ന്? അല്ലാഹുവേ, ഷവർമയും അൽഫഹമും തന്തൂരിയും സദാ മഹദിയും നെഹദിയും ഒക്കെ തിന്ന് നടന്ന നീ കൊറോണ വന്നപ്പോ കിറ്റും കാത്തിരുന്നില്ലേ? കിട്ടിയതൊക്കെ കഴിച്ചില്ലേ? ജീവിതത്തിൽ ഞെരുക്കം വന്നില്ലേ? എന്തേ നിനക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്? അല്ലാഹ് പറയുകയാ, വനഖസിം മിനൽ അംവാൽ. ലക്ഷക്കണക്കിന് സമ്പത്തുണ്ടായിരുന്ന, നല്ല കച്ചവടമുണ്ടായിരുന്ന, ഒരുപാട് ലാഭം കിട്ടിയിരുന്ന നിന്റെ കച്ചവടം തകർന്നു പോയില്ലേ? വലിയ ഞെരുക്കങ്ങൾ വന്നില്ലേ? വല്ലാത്ത പ്രയാസങ്ങൾ വന്നില്ലേ? അല്ലാഹു തരും സഹോദരാ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂ വനഖസിം മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത്. അല്ലാഹു നിനക്ക് രോഗങ്ങൾ ഒരുപാട് തന്നല്ലോ, ഒരുപാട് രോഗങ്ങൾ വരുന്നു ണ്ടല്ലോ. പടച്ചവനെ, നിന്റെ കുടുംബത്തിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം പരീക്ഷണമാ, ഇതെല്ലാം പരീക്ഷണമാ. നീ എന്തു പറയണമെന്നറിയുമോ? വബശ്ശിരി സ്വാബിരീൻ.
الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. നീ അല്ലാഹുവിലേക്ക് മടങ്ങടോ, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവനാണ്. അല്ലാഹുവിന് ശുക്ർ ചെയ്യ്, അല്ലാഹുവിന് ശുക്ർ ചെയ്യ്. അതുകൊണ്ട് വഅദ കേൾക്കാമെന്നവരോട് പറയുകയാ, ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയോ, നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ സാമ്പത്തികമായി നീ തകർന്നു പോയോ, നീ പറയണം അൽഹംദുലില്ലാഹ്. മോനെ നിന്റെ കച്ചവടം നഷ്ടത്തിലായോ, പറയണം അൽഹംദുലില്ലാഹ്. മോനെ എക്സാമിൽ തോറ്റുപോയോ, പറയണം അൽഹംദുലില്ലാഹ്. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്നാ നീ പറയണം അൽഹംദുലില്ലാഹ്. നീ അല്ലാഹുവിനെ സ്തുതിക്കണേ, നീ അല്ലാഹുവിനെ സ്തുതിക്കണേ. അല്ലാഹുവേ അതിനുള്ള ഈമാൻ നൽകണേ അല്ലാഹ്. പറയണം അൽഹംദുലില്ലാഹ്. നിനക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു രോഗം തന്നാ നീ പറയണം അൽഹംദുലില്ലാഹ്. നീ അല്ലാഹുവിനെ സ്തുതിക്കണേ, നീ അല്ലാഹുവിനെ സ്തുതിക്കണേ. അല്ലാഹുവേ അതിനുള്ള ഈമാൻ നൽകണേ അല്ലാഹ്.